കച്ചവടത്തിന് കടം വാങ്ങി തുടങ്ങിയതാണെങ്കിലും അതിന് സക്കാത്ത് നിർബന്ധമാകും. കച്ചവടത്തിൻ്റെ സക്കാത്ത് എന്നാൽ ഒരാൾ കച്ചവടം തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ ചരക്ക് അവിടെ വേണം എന്നില്ല. കച്ചവടം ആരംഭിക്കുമ്പോൾ അവിടെ ഡേറ്റ് എഴുതി വെക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം അതേ ഡേറ്റ് വരുമ്പോൾ, ഉദാഹരണത്തിന് റബീഉൽ അവ്വൽ 1-ാം തീയതിയാണ് കച്ചവടം തുടങ്ങിയത് എങ്കിൽ അടുത്ത റബീഉൽ അവ്വൽ 1-ാം തീയതി വരുമ്പോൾ എന്താണോ അവിടെ ഉള്ള ചരക്കുകളുടെ വില കൂട്ടുക. അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായി അവർക്ക് ലഭിച്ചിട്ടുള്ള കച്ചവടത്തിലേക്ക് ചേർക്കണമെന്ന് കരുതി വെച്ചിട്ടുള്ള പണമുണ്ടെങ്കിൽ അതും, അവിടെയുള്ള വസ്തുക്കളും, അതുപോലെ കച്ചവടത്തിലേക്ക് കിട്ടാനുള്ള കടങ്ങളും, ഇതെല്ലാം കൂട്ടിയിട്ട് ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ വിലയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ, പൊതുവെ ചെറിയ ചെറിയ കടകളിൽ പോലും അതുണ്ടാവും, ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5%, അതിൻ്റെ മാർക്കറ്റ് വില കൂട്ടി അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇനി ആ കച്ചവടം ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കടം വാങ്ങി ആരംഭിച്ചതാണ്, ആ കടം വീടിയിട്ടില്ല എന്നാലും സക്കാത്ത് കൊടുക്കണം. ഉദാഹരണത്തിന് ഒരാൾ 10 ലക്ഷം രൂപ കടമെടുത്ത് ഒരു കച്ചവടം തുടങ്ങി, അടുത്ത വർഷമായപ്പോൾ അതിൽ 1 രൂപ പോലും വീടിയിട്ടില്ല, അല്ലെങ്കിൽ കച്ചവടം നഷ്ടത്തിലായി, കച്ചവടത്തിന് ഇപ്പോൾ ഇനി 9 ലക്ഷത്തിൻ്റെ ചരക്ക് എവിടെ ഉള്ളൂ, 1 ലക്ഷം നഷ്ടമായിട്ടുണ്ട്, എന്നാലും അതിന് 2.5% സക്കാത്ത് നിർബന്ധമായും അയാൾ കൊടുത്തിരിക്കണം. അപ്പോൾ സക്കാത്തിൽ അയാൾ കടക്കാരനാണോ എന്നത് പരിഗണിക്കുന്നില്ല എന്നർത്ഥം. കച്ചവടത്തിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ആ കച്ചവടം നടക്കുന്ന സ്ഥലത്ത് തന്നെയല്ലേ എന്നാണ് മറ്റൊരു ചോദ്യം. അതെ, കച്ചവടത്തിൻ്റെ സക്കാത്ത് നൽകേണ്ടത് കച്ചവടം ഏത് നാട്ടിലാണോ അവിടെയാണ്, നമ്മുടെ നാട്ടിലല്ല അത് കൊടുക്കേണ്ടത്. മഞ്ചേരിയിലുള്ള ഒരാൾ കച്ചവടം നടത്തുന്നത് കോഴിക്കോട്ടാണെങ്കിൽ അയാൾ കോഴിക്കോടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, മഞ്ചേരിയിലല്ല. ഇതാണ് അതിൻ്റെ പ്രബലമായ മസാല. എന്നാൽ പലപ്പോഴും വലിയ ടൗണുകളിലായിരിക്കും വലിയ ബിസിനസ്സുകളും കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ടാകുക. ആ ടൗണിലുള്ള ആളുകളെ നോക്കി അവിടെ സക്കാത്ത് കൊടുക്കുക എന്നത് ചിലപ്പോൾ പ്രയാസപ്പെടുന്ന സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യാം എന്ന് പറയുന്ന നമ്മുടെ മതവിൽ തന്നെ 2ാമത്തെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് കൊടുക്കുകയാണ് എന്ന് പ്രത്യേകം നിയ്യത്ത് വെച്ച് നമുക്ക് എല്ലാ നാടുകളിലും കൊടുക്കാം, നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റു നാടുകളിലോ ഒക്കെ കൊടുക്കാം. അത് 2ാമത്തെ അഭിപ്രായമാണ്. പ്രബലമായ അഭിപ്രായം നാട് വിട്ടുകൊടുക്കൽ ഹറാമാണ് എന്നതാണ്. അപ്പോൾ സാധിക്കുമെങ്കിൽ ആ കച്ചവടം നടക്കുന്ന നാട്ടിൽ തന്നെ കൊടുക്കണം, അത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. അതിന് പ്രയാസം തോന്നുന്ന സന്ദർഭങ്ങളിൽ 2ാമത്തെ അഭിപ്രായം പിടിച്ചുകൊണ്ട് മറ്റു നാടുകളിലേക്ക് കൊടുക്കാം. കച്ചവടത്തിന്റെ സക്കാത്ത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ 595 ഗ്രാം വെള്ളിന്റെ വില, ആ വിലയുടെ ചരക്ക് ഒരാളെടുത്തുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. വിൽക്കാനുള്ള സാധനം, വാങ്ങി വിൽക്കുന്ന സാധനത്തിനാണ് കച്ചവടം അറിയാട്ടോ, ഞാൻ പിന്നെ വിശദീകരിക്കാം. അപ്പൊ 595 ഗ്രാം വെള്ളിന്റെ വില അവിടെ ഈ കച്ചവടത്തിന്റെ മറ്റുള്ളതിന് വ്യത്യസ്തമായിട്ട് കൊല്ലം മുഴുവൻ ഈ സാധനം വേണ്ടി ആവശ്യമില്ല. കൊല്ലം മുഴുവൻ ലാസ്റ്റ് മാത്രം അത് ഉണ്ടായാൽ മതി. മനസ്സിലായില്ല? കച്ചവടം തുടങ്ങുമ്പോൾ 595 ഗ്രാമിന്റെ പൈസ ഉണ്ടോ ഇല്ലയോ നോക്കുന്നു വേണ്ട, അന്ന് ഡേറ്റ് മാത്രം എഴുതി വെച്ചാൽ മതി. റബീഉൽ അവ്വൽ 1-ന് കച്ചവടം തുടങ്ങിയാൽ അടുത്ത കൊല്ലം റബീഉൽ അവ്വൽ 1 ആവുമ്പോൾ അവിടുത്തെ ചരക്കിന്റെ വില കൂട്ടുക. ആ വില കൂട്ടുമ്പോൾ 595 ഗ്രാമിന്റെ വില ഉണ്ടോ, അതിന്റെ ഇടയ്ക്കുള്ളൊന്നും നോക്കണ്ട. പൈസക്കൊക്കെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ നോക്കിയില്ലേ, അതിനൊന്നും ആവശ്യമില്ല. കൊല്ലം മുഴുവനും നിസാബ് ഉണ്ടാകേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് മാത്രം മതി കച്ചവടത്തിന്. അപ്പൊ കൊല്ലം തീരുന്ന സമയത്തിൽ റേറ്റ് എടുക്കുക, സാധനങ്ങളുടെ വില എടുക്കുക, എത്ര ഉണ്ട് നോക്കുക. അതുപോലെ നമ്മൾ കച്ചവടം ചെയ്തിട്ട് അവിടെ എടുത്ത പൈസ ഉണ്ടെങ്കിൽ പൈസ ആക്കി മാറ്റാനല്ല, കച്ചവടത്തിൽ എടുത്ത പൈസ ഉണ്ടെങ്കിൽ അതും ഇതിന് കൂടുതൽ കൂട്ടും. കിട്ടാനുള്ള പൈസ ഇതൊക്കെ ഉണ്ടാവില്ല, അത് മൊത്തമായിട്ട് കൂട്ടിയിട്ട് 595 ഗ്രാമിന് അധികം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഇവിടെ വില കെട്ടേണ്ടത് ഏത് വിലയാണ് എന്നാണ് പലപ്പോഴും പല ക്ലാസ്സിലും ചോദിക്കുന്നത്. വാങ്ങിയ വിലയാണോ വിൽക്കണ വിലയാണോ? പല വിലയാണല്ലോ, കാരണം വീടുകാർ വാങ്ങി കൂട്ടുന്ന ഒരു വിലയ്ക്കാരം, വിൽക്കുന്നത് വേറെ വിലക്കേക്കാരം, അപ്പോൾ എല്ലാവർക്കും ലാഭം കിട്ടുള്ളൂ. അപ്പോ ഈ പിന്നെ ഇത് രണ്ടും അല്ല പരിഗണിക്കാം, ഇതിന്റെ ഒരു മാർക്കറ്റ് വില ഉണ്ടാവും, ആ വിലയാണ് പരിഗണിക്കാം. ഏത് വിലക്കും നമുക്ക് വാങ്ങാം, ഏത് വിലക്കും ഷറയിൽ വിൽക്കും ചെയ്യാം. വിൽക്കണതിന് വാങ്ങണതിന് വില കണക്ക് ഷറയിൽ നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ 50 റുപ്യക്ക് വാങ്ങിയ ഒരു സാധനം ഒരാൾ 5000 റുപ്യക്കാട് വിറ്റ് വെക്കുക, ഇസ്ലാമിൽ ഒരു കുഴപ്പമില്ല, ഇനി വഞ്ചന തട്ടിപ്പൊന്നും പറയില്ല. പക്ഷേ ഏത് വില അത് വിൽക്കണോ നോക്കണ്ടി, അല്ല വാങ്ങണതാണ് നോക്കണ്ടി, ഈ വിലക്ക് സാധനം ഉണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഓൻ പോയത്തേക്കാരനായിരുന്നുള്ളൂ. അതിലാകെ വില കയറ്റി വിൽക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അത് ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെ വരുന്ന സമയത്തിൽ, ഭക്ഷണ സാധന സാമം വരുന്ന സമയത്തിൽ അത് പൂഴ്ത്തി വെച്ചിട്ട് ആൾക്കാരെ പ്രയാസപ്പെടുത്തിയിട്ട് ലാസ്റ്റ് വില കയറ്റി വിൽക്കാതെ അത് ഹറാമാണ്. അത് മാത്രമേ അതിൽ വിലക്കപ്പെട്ടതുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഏത് വിലക്കും വിൽക്കണോ വിൽക്കാം. പക്ഷെ വാങ്ങുന്നവര് അത് ശ്രദ്ധിക്കണം. 50 റുപ്യ കിട്ടുന്ന സാധനം അപ്പുറത്ത് 5000-ന് വാങ്ങിയിട്ട് ഓന്റെ വായ്പാണ്, ഓന്റെ പ്രശ്നം ശ്രദ്ധിക്കേണ്ടത്, അത് വേറെ വിഷയം. അപ്പൊ വിൽക്കണ വില എന്നൊരു വില ഇല്ല, ഏത് വിലക്കും വിൽക്കാം. വാങ്ങണ വില എന്നൊരു വിലയില്ല. സാധനത്തിന് പൊതുവെ ഒരു മാർക്കറ്റ് വില ഉണ്ടാവുമല്ലോ സാധനത്തിന്, ആ മാർക്കറ്റ് വില മൊത്തത്തിന് റേറ്റ് ഇടുക, വില കൂട്ടുക. ആ വില കൂട്ടിയിട്ട് ആ വിലയിൽ നിന്ന് നമ്മൾ കണക്കൂട്ടിയിട്ട് അതിന്റെ ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിയിലധികം കൊല്ലം ദൈവമുണ്ടോ അതിന് കൊടുത്തോളാം. അത് നേരത്തെ പറഞ്ഞതുപോലെ മുഴുവൻ കടാണെങ്കിലും ശരി,
മുഴുവൻ ഈ കച്ചവടം മുഴുവൻ കടം വാങ്ങിയതാണ് എന്നാലും കൊടുക്കണം. ചിലപ്പോൾ സാധനം കുറെ കടം കൊടുത്തു പൈസ കിട്ടാണ്ടാവും, എന്നാലും സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ഒന്നും വെച്ചിട്ടാവില്ല എന്നർത്ഥം. അപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഈ 2 ലക്ഷം റുപ്യന്റെ സാധനമൊക്കെ ഇല്ലാത്ത കച്ചവടം വളരെ കുറവേക്കാരോ, ചെറിയ ചെറിയ പീഡക്കാർക്ക് വരെ സക്കാത്ത് നിർബന്ധമാവും. പക്ഷെ അതിൽ വാങ്ങി വിൽക്കുന്ന സാധനത്തിന് മാത്രം വില കൂട്ടിയാൽ മതി. എങ്ങനെ വാങ്ങി വിൽക്കുന്ന സാധനം ഉണ്ടാവില്ലേ, അതിന് മാത്രം വില കൂട്ടിയാൽ മതി, അല്ലാത്ത ഒന്നും ഇതിന് കൂട്ടൂല. റബ്ബർ, നമ്മളെ പേരെ റബ്ബർ ഉണ്ട്, റബ്ബറൊക്കെ പാലടിച്ച് റെഡിയാക്കി നമ്മൾ സീറ്റാക്കി വിൽക്കണം, അതിന് കണക്ക് കൂട്ടേണ്ട കച്ചവടത്തിൽ പെടൂല. എന്തുകൊണ്ട്? അതിന് ബൈഗിന്നാണ് അറബിയിൽ പറയാം. ബൈഗിന് സക്കാത്ത് ഉണ്ടാവില്ല, തിജാറത്തിനാണ് സക്കാത്ത് ഉള്ളത്. തിജാറത്ത് എന്ന് പറഞ്ഞാൽ വാങ്ങി വിൽക്കണം, ചരക്ക് വാങ്ങണം എന്നിട്ട് വിൽക്കണം, അപ്പോഴാ കച്ചവടം. നമ്മൾ പറയേണ്ടതാണ് തേങ്ങ നമ്മൾ വിറ്റാൽ അത് കച്ചവടത്തിൽ പെടൂല. കച്ചവടത്തിൽ പെടൂല എന്നാൽ സക്കാത്തിന് പറഞ്ഞ കച്ചവടത്തിൽ പെടൂല. കച്ചവടം തന്നെയാണ്, സക്കാത്തിന് പറഞ്ഞ കച്ചവടത്തിന്റെ പരിധിയിൽ വരില്ല. അതേപോലെ തേങ്ങ കച്ചവടക്കാരുണ്ടാവും, മലഞ്ചരക്ക് കച്ചവടക്കാരൻ, ഓൻ തേങ്ങ വാങ്ങി വിൽക്കണേ, ഓൻ കച്ചവടക്കാരൻ പൊട്ടി. മനസ്സിലായില്ലേ? വാങ്ങി വിൽക്കലാണ് കച്ചവടത്തിൽ പെടുക. ഈ തിജാറത്തിന്റെ സക്കാത്ത് പറഞ്ഞാൽ അതേ പെടുള്ളൂ, മറ്റത് ഈ കച്ചവടത്തിന്റെ സക്കാത്തിൽ വരൂല. അപ്പൊ വാങ്ങി വിൽക്കുന്ന വസ്തുക്കളാണ് കച്ചവടത്തിൽ വരുന്നത്. നമ്മളെ പെരയുണ്ടാകുന്ന തേങ്ങ മാങ്ങയൊക്കെ കച്ചവടത്തിൽ നമ്മൾ കുറച്ച് മുമ്പ് വെച്ചു, അത് ഇതിലാണ് വിൽക്കാരിച്ച്, അതിൽ കൂട്ടേണ്ട ആവശ്യമില്ല, അതിന് വില കൂട്ടണ്ട. കച്ചവടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വാങ്ങി വിൽക്കുന്ന സാധനമാണ്. അത് ഏത് സാധനമാണെങ്കിലും വേണം. ഇപ്പൊ റിയൽ എസ്റ്റേറ്റിലുള്ള ആൾക്കാരുണ്ടാവും, ഇപ്പൊ കുറവാന്ന് തോന്നുന്നുണ്ട്. ഭൂമി വാങ്ങി, എന്തിനാ വാങ്ങിയത്? വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് കച്ചവട തിരക്കാണ്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കച്ചവടം നടന്നിട്ടില്ല, എന്നാലും ആ ഭൂമിന്റെ വില ഇട്ടിട്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഭൂമി കച്ചവട തിരക്കാൻ അവിടെ ഏത് സാധനമാണെങ്കിലും അങ്ങനെ വാങ്ങി വിൽക്കാം. അവൻ വലിയ ചിലപ്പോൾ ബസ്സിന്റെ മുതലാളിമാരുണ്ട്, അയാൾക്ക് 10 ബസ്സുണ്ട്, അയാളെ കാത്ത് കൊടുക്കണ്ട, കാരണം അയാൾ ബസ് വിൽക്കണില്ലല്ലോ. ബസ് അയാൾ വാടക കൊടുക്കണല്ലേ ഉള്ളൂ, ബസ് വിൽക്കണില്ല. അല്ലെങ്കിൽ ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ട് ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ട് വാടക കൊടുക്കണം, അയാൾക്ക് ലക്ഷങ്ങൾ വാടക ഇട്ടാണ്ട് അയാൾ സക്കാത്ത് കൊടുക്കണ്ട, കാരണം അയാൾ ഈ ഫ്ലാറ്റ് വിൽക്കണില്ല. അയാൾ കച്ചവടക്കാരനല്ല. ഇനി അയാൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ അയാൾ അക്കൗണ്ടിൽ ഇട്ട് വെച്ചാൽ അതിന് സക്കാത്ത് വേറെ കൊടുക്കണ്ട, അത് വേറെ, അത് പൈസന്റെ സക്കാത്തൊക്കെ വരിക. കച്ചവടത്തിന്റെ സക്കാത്തില്ലാന്നാ പറഞ്ഞത്. അയാൾ കിട്ടിയ പൈസ ഒരു കൊല്ലം വെച്ച് കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം, ഒരു കൊല്ലം വെക്കാൻ ഞാൻ കൊടുക്കും വേണ്ട. അപ്പം വലിയ ഫ്ലാറ്റുകൾക്കൊക്കെ വാടക ഉണ്ടാവും. അതേ സമയത്ത് മേൽവാടകക്കാരുണ്ടാവും, ഒരു സക്കാത്ത് കൊടുക്കും വേണം. ഒരു വാങ്ങി വെക്കുന്ന ആൾക്കാരാണ് മേൽവാടകക്കാരനെ പറഞ്ഞ ഒരാൾ ഫ്ലാറ്റ് ഓരോരുത്തരും എടുക്കും. ഇത്ര ഒരു 10 കൊല്ലത്തിനോ 30 കൊല്ലത്തിനോ ലീസിനോ എന്തിനെടുക്കാതെ ലീസ് എടുക്കണം, 30 കൊല്ലത്തിന് എടുക്കും. എന്നിട്ട് പിന്നെ ഇപ്പം വേറെ ആൾക്കാർക്ക് വാടക കൊടുക്കും. സക്കാത്ത് കൊടുക്കണം, കാരണം വാങ്ങിയത് എന്താണ്? ബിൽഡിംഗ് അല്ല. ഈ ബിൽഡിങ്ങിന് ഉപകാരത്തിനോ വാങ്ങുന്നു, ആ ഉപകാരം വേറെ ആൾക്ക് വിൽക്കുന്നു. അപ്പൊ ബിൽഡിങ്ങിന് ഉപകാരം അവിടുത്തെ കച്ചവട സാധനം. ബിൽഡിംഗ് മറ്റോ തന്നെയാണ്, ഇവ വാങ്ങിയത് അതിന് ഉപകാരമാണ്, ഇപ്പൊ വിൽക്കുന്നതാണ്. അതിന്റെ വില കൂട്ടിയിട്ട് ഈ പറഞ്ഞ ഈ 2 ലക്ഷത്തിന് മുകളിൽ കിട്ടാണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. മേൽവാടക ആകുമ്പോൾ സക്കാത്ത് വേണമെന്ന് അർത്ഥം. സാധാരണ വാടകയ്ക്കെത്തില്ല, സക്കാത്തില്ല. റെഡി ആയില്ലേ? പിന്നെ അപ്പൊ എന്താ പറഞ്ഞു? വാടക പറഞ്ഞു, മേൽവാടക പറഞ്ഞു. പിന്നെ ഹോട്ടൽ പോലുള്ള കച്ചവടക്കാർക്കൊന്നും വല്ലാതെ സക്കാത്ത് ഉണ്ടാവില്ല. സാധാരണ ഹോട്ടലിലൊക്കെ കച്ചവട സാധനങ്ങൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. വലിയ ഹോട്ടൽ ഉണ്ടാവും, ചെറിയ ഹോട്ടൽ കുറച്ച് മൈദയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയാൽ ഇപ്പൊ ഈ പറഞ്ഞ 1.5 ലക്ഷത്തിന്റെ സാധനം ഉണ്ടാവില്ല. അത് അന്നാന്ന് ഉണ്ടാക്കി വിറ്റിങ്ങനെ പോയിക്കാൻ അവിടെ കൊണ്ടുവരുന്ന സാധനം അങ്ങനത്തെ വേണ്ടിയില്ല. അതേസമയത്ത് വലിയ ഹോട്ടലിലൊക്കെ ലോഡ് കണക്കിന് മൈദയും എണ്ണയൊക്കെ ഇറക്കിയിട്ടുണ്ടാവും, ഓർക്ക് കൊടുക്കേണ്ടി വരും, അല്ലാത്തവർക്ക് വരില്ല. ഇനി 1-2 ഉദാഹരണം ഞാൻ അങ്ങനെ സാമ്പിളിന് പറയുള്ളൂ, ബാക്കി ഇങ്ങനെ നമ്മൾ കൂട്ടി കൊടുക്കാവുന്ന ആൾ. പിന്നെ കൂറ് കച്ചവടത്തിനാണെങ്കിൽ രണ്ടാളുടെയും കൂറ് കൂടിയാണെങ്കിൽ ഓരോരുത്തർക്കും വേറെ വില വേണ്ട. മൊത്തത്തിൽ ഈ 2 ലക്ഷത്തിന്റെ അല്ല 1,60,000 ഇപ്പോൾ കൂട്ടി അതിന്റെ വില ഉണ്ടായാൽ മതി. രണ്ടാളും കൂടി തുടങ്ങിയ കച്ചവടമാണ്. രണ്ടാളും കൂടി തുടങ്ങാൻ ഒറ്റ കച്ചവടമാണ്. ഇവന്റെ സാധനം വേറെ, മറ്റേ സാധനം വേറെ ഇല്ല. രണ്ടാളും കൂടി ഒറ്റ എല്ലാ സാധനവും രണ്ടാളും കൂടി. അങ്ങനെയുള്ള കൂറ് കച്ചവടം പൊതുവെ ഉണ്ടാകുക. അങ്ങനെയുള്ള കച്ചവടക്കാരാണെങ്കിൽ മൊത്തത്തിലാണ് വില കൂട്ടുക. അല്ല രണ്ടാളും കൂട്ടി പൗതി ആക്കിയിട്ട് ഇപ്പൊ നമ്മളത് നിസാബില്ല 1,60,000 ഇല്ല എന്നാണ് കഴിച്ചില്ലാൻ പറ്റൂല. രണ്ടാമതും കൂടി കൂട്ടാ. അതിന് സക്കാത്ത് രണ്ടാൾക്കും കൊടുക്കും ചെയ്യാം. ആർക്കും കൊടുക്കാം സക്കാത്ത്. അതിന്റെ അല്ലല്ല, അതിപ്പോ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ വന്നിട്ടുള്ളൂ, തുടക്കത്തിലല്ലോ. കടം എത്ര കടന്നെങ്കിലും സക്കാത്ത് കൊടുക്കണമാണ്. മുഴുവൻ കടാണെങ്കിലും കൊടുക്കണം എന്നാ നിങ്ങൾ പറഞ്ഞു. ഈ സാധനം മുഴുവൻ കടം വാങ്ങിയിട്ടോ തുടങ്ങിയത്, മുഴുവൻ കടം വിട്ടാണ്ട് കമ്പനിക്ക്, എന്നാലും സക്കാത്ത് തുടങ്ങും. അതിന് മിഷനറികൾക്കൊന്നും സക്കാത്ത് കൊടുക്കണ്ട കേട്ടോ. അവിടെ നമ്മൾ പല മിഷനറികൾ ഉണ്ടാവില്ല, ഹോട്ടലിനൊക്കെ, അതൊന്നും നമുക്ക് വിൽക്കാനുള്ള സാധനമല്ല, അതൊക്കെ വാങ്ങി വെച്ചിട്ടുള്ളൂ. വാങ്ങി വിൽക്കുന്ന ചരക്ക് മാത്രമാണ് കൂട്ടേണ്ടത്. അതിൽ കടം വലിയ എന്നുള്ള നോട്ടല്ല. ഫുള്ള് കടാണെങ്കിലും ഞാൻ അധികം എക്സ്ട്രാ കടണെങ്കിലും ഇപ്പൊ ഒരു ഉദാഹരണം ഒരാൾ 10 ലക്ഷം റുപ്യക്ക് കടം വാങ്ങി കച്ചവടം തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഓൻ 2 ലക്ഷം നഷ്ടമാണ്. അപ്പൊ ഓന്റെ എത്ര ലക്ഷം സാധനം ഉള്ളൂ? 8 ലക്ഷം ഉള്ളൂ. എന്നാലും അതിന് സക്കാത്ത് കൊടുക്കും. അപ്പൊ 10 ലക്ഷം കൊടുക്കാൻ
കൊടുക്കാണ്ട്. അതിനിപ്പോൾ 8 ലക്ഷം സാധനം ഉള്ളൂ, എന്നാലും സക്കാത്ത് കൊടുക്കണം. ഇത് നടുന്നാവുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. പുള്ളി ഇങ്ങനെ കിട്ടുമെന്നാലും ഇത് പുള്ളി ക്ലിയർ ആവുള്ളൂ. പൊതു സ്വത്തുക്കൾക്ക് സക്കാത്തില്ല. പൊതു സ്വത്ത് നമ്മൾ പള്ളിന്റെ സ്വത്ത് ഉണ്ടാവും, അങ്ങനെ കണ്ടാവല്ലോ. പള്ളിന്റെ സ്വത്തോ മദ്രസന്റെ സ്വത്തോ ഇങ്ങനെ പൊതു സ്വത്തുക്കൾ ഉണ്ടാവുമല്ലോ, വ്യക്തികളുടേതല്ലാത്ത, അതിനൊന്നും സക്കാത്ത് കൊടുക്കണ്ട. അതിന് എത്ര വലിയ ഇതാണ്, തോട്ടാണെങ്കിൽ കൃഷിയാണെങ്കിൽ എന്താണ് സക്കാത്ത് കൊടുക്കണ്ട എന്നർത്ഥം. പിന്നെ അനന്തരം കിട്ടണുണ്ടാവും. ഒരു ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരനാണ് മരിച്ചിട്ട് 6 മാസമായി ഇയാൾ മരിച്ചു, പിന്നെ 6 മാസം മോനാണ് പിന്നെ അടുത്ത്. എന്നാൽ ആ കൊല്ലം കഴിയുമ്പോൾ കൊടുക്കണ്ട, മോന് കിട്ടിയത് മുതൽ കഴിഞ്ഞ് പുതിയ കൊല്ലാണ്, വാപ്പാന്റെ കൊല്ലത്തേക്ക് കൂട്ടില്ല എന്നർത്ഥം. കച്ചവടം തുടങ്ങിയത് ഇങ്ങനെ അനന്തരം വീട്ടിലുണ്ടാവുമല്ലോ. ഇതൊക്കെയാണ് ഇപ്പൊ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ സ്വത്തിന് സക്കാത്തുകൾ ഏകദേശം പറഞ്ഞു. പിതൃ സക്കാത്താണ് ഞാൻ പറയാൻ ബാക്കിയുള്ളത്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണത്, വിതരണത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയേണ്ടതുണ്ട്. പിന്നെ ഇതൊക്കെ കൊടുക്കേണ്ടത് കൊല്ലം കഴിയുമ്പോഴാണ്. അത് ഇപ്പോൾ പറയാലോ. ഈ റമദാൻ മാസവും സക്കാത്ത് തമ്മിൽ കാര്യമായിട്ടൊരു ബന്ധമില്ല. അത് ഈ പറഞ്ഞതുപോലെ ഏതോ ചില ആൾക്കാർ തട്ടിപ്പാറ്റി കയറ്റിയതാണ്. റമദാനിൽ ആരെങ്കിലും കച്ചവടം തുടങ്ങാണ്ട് നിങ്ങൾ ഞാൻ കണ്ടില്ലേ, അപൂർവമായിട്ടൊക്കെ ഉണ്ടെങ്കിണ്ടാവും. റമദാനിൽ തുടങ്ങിയ കച്ചവടം നമ്മളല്ലേ അടുത്ത റമദാനാവുമ്പോൾ അതിന്റെ സക്കാത്ത് കൊടുക്കല്. റമദാൻ മാസം ഉള്ള കച്ചവടം കൂട്ടുകയെന്നല്ല, തുടങ്ങണമെന്ന് കാണില്ല. അത് കച്ചവടം തുടങ്ങിയത് വേറെ ഏതെങ്കിലും മാസത്തേക്കാരം. പിന്നെ അത് കൊടുക്കൽ എപ്പോഴാണ്, റമദാനിലാണ്. അങ്ങനെ സംഭവം ഇല്ല. കൊല്ലം എപ്പോഴാണ് തയ്യുന്നത്, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടി. റബീഉൽ അവ്വൽ തുടങ്ങിയ അടുത്ത റബീഉൽ അവ്വൽ കൊടുക്കണം, റബീഉൽ ആഖിർ തുടങ്ങിയ അടുത്ത റബീഉൽ ആഖിറായി കൊടുക്കണം. ഇനി അത് റമദാൻ വരെ പിന്തിക്കാൻ പറ്റുമോ? പറ്റൂല, അത് ഹറാമാണ്. അത് ഹറാമാണ്. ഒന്ന് ഹറാമാണ്. രണ്ടാമത് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ റബീഉൽ അവ്വൽ തുടങ്ങിയിട്ട് ഈ റബീഉൽ അവ്വൽ ആവുമ്പോൾ കൊല്ലം തേഞ്ഞ ഒരാള് റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്താൽ, ഒന്ന് ഈ 6 മാസം കൊണ്ട് ഹറാമായി വെയിറ്റ് ചെയ്തത്. രണ്ടാമത് ആ കച്ചവടത്തിന്റെ 2.5% ഫക്കീർ മിസ്കിന്മാരായി മാറിയിട്ടുണ്ട്. ഇനി അതിൽ ആ കച്ചവടം തന്നെ ശരിയാവില്ല. ഈ സക്കാത്തിന്റെ സാധനം ഓന്റെ അല്ല, പാവങ്ങളുടെയായി മാറിയില്ലേ. പിന്നെ ആ പാവങ്ങളുടെ സാധനം വിറ്റാൽ ശരിയാവും. അപ്പൊ വിൽക്കണതിലൊക്കെ 2% കച്ചവടം ശരിയാവില്ല, ബാക്കി കച്ചവടം ശരിയാവുള്ളൂ. അപ്പൊ കച്ചവടത്തിന് വരെ അത് ബാധിക്കും. പിന്നെ അത് വെയിറ്റ് ചെയ്തിട്ട് റമദാൻ വരെ പിന്തിക്കാൻ പറ്റൂല എന്നർത്ഥം. ഒന്ന് ഹറാമാണ്, രണ്ടാമത് ആ കച്ചവടം ശരിയാവില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് ടൈമായി കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. അത് പിന്നെ പിന്തിക്കാൻ പറ്റൂല, റമദാൻ വരെ പിന്തിക്കാൻ പറ്റൂല. റമദാൻ മാസത്തിൽ സക്കാത്ത് പിന്തിച്ചു കൊണ്ടേ കൊടുത്താൽ കൂലി തോനെ കിട്ടുന്നതാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അത് ഹറാമാണ്, കുറ്റാണ് കിട്ടുന്നത്. അത് ടൈമായി കൊടുക്കണം. എന്നാൽ ഈ ഒരു മാർഗമാണെങ്കിൽ ഒരാൾക്ക് റമദാൻ കൊടുക്കാൻ ഭയങ്കര പൂതിയാണ് വെച്ചെങ്കിൽ എത്തിയ അടുത്ത കൊല്ലം കൊടുക്കാനുള്ള സക്കാത്ത് വേണം, മുന്തിച്ച് റമദാൻ കൊടുക്കാം. കുറെ കൊല്ലത്ത് പറ്റൂല, ഒറ്റ കൊല്ലത്തെ. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ സക്കാത്തൊക്കെ കൊടുത്തു. ഇപ്പൊ ഈ റബീഉൽ അവ്വൽ ഈ റമദാൻ വന്നപ്പോ അടുത്ത റബീഉൽ അവ്വൽ കൊടുക്കേണ്ട സക്കാത്ത് എന്ത് ചെയ്യാ, മുന്തിച്ച് വേണേ കൊടുക്കാം. പക്ഷെ മുന്തിച്ചു കൊടുക്കുമ്പോഴും ഇവരടുത്ത് കൃത്യമായ കണക്കുണ്ടായിരിക്കണം. കണക്കൂട്ടേണ്ട എപ്പോഴാണ്? കണക്കൂട്ടേണ്ടത് റബീഉൽ അവ്വലാണ്. ഇപ്പൊ തൽക്കാലം കുറച്ച് സക്കാത്ത് നിയ്യത്ത് ചെയ്ത് കൊടുക്കുക കച്ചവടത്തിന്റെ അറിഞ്ഞിട്ട്. പക്ഷെ കണക്ക് എപ്പോ കൂട്ടണം? റബീഉൽ അവ്വൽ കൂട്ടണം. ഒന്ന്. രണ്ടാമത് കൊടുത്ത ആൾക്കാരെ പേരും ലിസ്റ്റ് പരിരുത്ത് വേണം. ഈ കൊടുത്ത ആള് ഈ റബീഉൽ അവ്വൽ ആവുമ്പോ സക്കാത്തിന്റെ അവകാശമായിട്ട് അവിടെ ഇല്ലെങ്കിൽ ഒന്നും കൂടി കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരാൾക്ക് സക്കാത്ത് കൊടുത്തു റമദാൻ മാസത്തിന്, മുന്തിച്ചു കൊടുത്താണ്. കൊടുത്തു കഴിഞ്ഞാൽ അയാൾ റമദാൻ കഴിഞ്ഞ് അയാൾ മരിച്ചുപോയി. ചിലപ്പോൾ വയസ്സായ ആൾ രോഗിക്കൊക്കെ കൊടുത്തിട്ടുണ്ടാകുക, അയാൾ മരിച്ചുപോയി. നമ്മൾ റബീഉൽ അവ്വൽ കണക്കൂട്ടി ആർക്കെ കൊടുത്തിനെ, നമ്മൾ ഇന്നടുത്ത മയമാക്കൊക്കെ കൊടുത്ത ആൾ മരിച്ചുവല്ലോ, ഒന്നാം സക്കാത്ത് ഒന്നുകൂടി ഇനി കൊടുക്കേണ്ടി വരും. മുന്തിച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ടിയുണ്ട്. സക്കാത്തിന്റെ അവകാശം. അല്ലെങ്കിൽ അയാൾ മലയാളി, അയാൾ മോനോ അയാളെ ഗൾഫിക്കാട് പോയി, ഓ പച്ച സാധുവിനെ ഗൾഫിക്കാട് പോയോ നല്ല ജോലി കിട്ടിയോ, ഇപ്പൊ മലയാളിയാണ്. നമ്മൾ സക്കാത്ത് കൊടുത്തപ്പോ പാവേ, പക്ഷെ നമ്മൾ മുന്തിച്ചു കൊടുത്തേനി കൊടുക്കേണ്ട സമയമായപ്പോ സക്കാത്തിന്റെ അവകാശം എല്ലാം നിൽക്കുക. എന്നാൽ ആ സക്കാത്ത് അവിടെ ഇനി വേറെ കൊടുക്കണം. അപ്പൊ സമയമാകുമ്പോ കണക്ക് കൂട്ടണം, അവകാശം നോക്കണം, അതൊക്കെ റബീഉൽ അവ്വൽ ഇറക്കണം. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുന്തിച്ചു കൊടുക്കാം. ഇങ്ങനെ മുന്തിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ആരും കൊടുക്കൂല. അത് ചിലപ്പോൾ രണ്ടാമത് കൊടുക്കേണ്ടി വരില്ലേ, എന്താ കൊടുത്തൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ എന്നുള്ള പരിപാടി തൽക്കാലം നിർത്തിക്കുക. കിതാബിലോടി റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ കഥ പറഞ്ഞിട്ടില്ല. കിതാബ് പറഞ്ഞ റമദാനിൽ സദക്ക അധികരിപ്പിക്കുക എന്നാണ്. അപ്പൊ സദക്ക കൊടുക്കാൻ അധികരിപ്പിക്കാൻ, സദക്ക കൊടുക്കാൻ ഏതോ പിസ്കുള്ള മലയാളിമാർ രണ്ടും കൂടി നേരത്തെ ജമാഅത്തുകാർ കാട്ടിമാരി ഇത് ഈ സദക്കയും സക്കാത്തും കൂടി ഒന്നിച്ചാക്കാൻ വേണ്ടി നിങ്ങൾ മുന്തിച്ചതാ എനിക്ക് തോന്നുന്നുണ്ട്. അല്ലേ? സദക്കല്ല കൊടുക്കേണ്ടി റമദാനിൽ. ആ സദക്ക കൊടുക്കുന്നതിന് പകരം ചെയ്തു സക്കാത്താണ് കൊടുത്താൽ മതിയല്ലോ. എന്നാ പിന്നെ സദക്ക വേറെ കൊടുക്കാതെ ഗച്ചിനായിട്ടുള്ള വിചാരിച്ചിട്ട് എന്തോട് തട്ടിപ്പ് നടന്നാണ് അവിടെ. അല്ലാതെ റമദാനിൽ കൊടുക്കേണ്ടത് സക്കാത്തല്ല, സദക്കയാണ്. സുന്നത്തായ സദക്ക കൊടുക്കുക.
അതാണ് റമദാൻ മാസത്തിന് കയ്യിൽ കൊടുക്കല്ലേ കൊടുക്കണ്ട. അല്ല സക്കാത്ത് റമദാനിൽ കൊടുക്കാന്നുള്ള പരിപാടി ഇല്ല. പിന്നെ ഉണ്ട് എപ്പോ റമദാനിൽ പൈസ ഉണ്ടാക്കണം. ചിലപ്പോൾ ഉസ്താദ്മാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. റമദാൻ മാസം കുറെ പൈസ കിട്ടിയാൽ സ്റ്റോക്ക് വെച്ചാൽ പിറ്റത്തെ കൊല്ലം റമദാൻ ആകുമ്പോഴേക്ക് അവർക്ക് കൊല്ലം തയ്യാ. അപ്പോൾ പിന്നെ റമദാനിൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കൊല്ലം തയ്യാറ് റമദാനിലേക്കാരോ അങ്ങനെയൊക്കെ അപൂർവം ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. അല്ലെ റമദാനിൽ വല്ല കച്ചവടം തുടങ്ങിയാൽ ആ കച്ചവടം തുടങ്ങുമ്പോ റമദാനിൽ എന്താവും അപൂർവമായിട്ട് ചിലപ്പോൾ കച്ചവടം റമദാൻ എന്തെങ്കിലും ഒരു കച്ചവടം രാത്രി കച്ചവടം എന്നൊക്കെ റമദാനിൽ തുടങ്ങിയ ആൾക്കാരുടെ പോലെ ചിലപ്പോൾ ഓർക്കൊക്കെ റമദാനിനെ കാത്ത് കൊല്ലം തയ്യാപ്പത്തെ കത്ത് കൊടുക്കുക. അല്ലാത്തവരെ റമദാൻ കാത്തിക്കരുത്, കൊല്ലം തേഞ്ഞാൽ കൊടുക്കുക. മുന്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അല്ലാതെ മുന്തിച്ചു കൊടുത്താൽ പിന്നെ കണക്ക് കൂട്ടുമ്പോൾ ആള് റെഡി ആയിട്ടില്ല പ്രശ്നം ഒന്നർത്ഥം.